ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നടുമുറ്റമൊക്കെയുള്ള ഒരു മോഡേൺ ട്രഡീഷണൽ വീടും പിന്നെ അതിന് ചുറ്റുമുള്ള അതിമനോഹരമായ ഒരു ഗാർഡനും കാണിക്കാനാണ്. ഇത് 3000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നില വീടാണ്. ആദ്യം നമുക്ക് വീടൊന്ന് കാണാം. നീണ്ട എൽ ഷേപ്പ് വരാന്തയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ ടച്ച് കിട്ടാനായിട്ട് സെറ്റ് ഔട്ടിൽ ഒരു ചാരു കസേരയും വെച്ചിട്ടുണ്ട്. സെറ്റ് ഔട്ടിലെല്ലാം പലതരത്തിലുള്ള ചെടികളും വച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഷൂറാക്കിന് മുകളിൽ കുഷൻ നൽകിയത് കൊണ്ട് അത് സീറ്റിംഗ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഈ വീടിൻ്റെ മെയിൻ ഡോർ ഡബിൾ ഡോറാണ്. നമ്മൾ ആദ്യം കയറുന്നത് തന്നെ ഒരു ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് 8 വർഷമായി. പഴയ ട്രഡീഷണൽ ടച്ച് നൽകാനായിട്ട് ഒരു വാളിൽ പഴയ വിൻഡോ ഡിസൈനിൽ സീൻ ത്രൂ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോർമൽ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ കയറുന്നത് നടുമുറ്റത്തിലേക്കാണ്. ഇതിപ്പോൾ വെള്ളം നിറച്ച് ഒരു വാട്ടർ ബോഡി ആയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്പോട്ട് തന്നെയാണിത്. നടുമുറ്റത്തിന് മുകളിലുള്ള സ്പേസ് തുറന്നതാണ്, ഓപ്പൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു നടുമുറ്റത്തിന് ഒരു സൈഡിലായി പഴയൊരു ട്രഡീഷണൽ ഊഞ്ഞാല വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിന് നീല കളർ തീമാണ് നൽകിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു ബാത്റൂം സ്ഥിതി ചെയ്യുന്നുള്ളത്. അതിന് സൈഡിലായി ഒരു ചെറിയൊരു ഊതുവെടുക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു നാരോ പാസേജും അതിൽ നിന്ന് 2 ബെഡ്റൂംസാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യം കിട്ടുന്ന ബെഡ്റൂം ഒരു പിങ്ക്, പർപ്പിൾ, ബ്ലൂ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കിഡ്സ് ബെഡ്റൂമാണ്. ഇവിടെ വെന്റിലേഷന് വേണ്ടി 2 ഓപ്പണിങ്സ് നൽകിയിട്ടുണ്ട്. ഈ പാസേജിൽ നിന്നും നമുക്ക് ഫോർമൽ ലിവിംഗ് സ്പേസ് കാണാൻ പറ്റും. പാസേജിൻ്റെ അറ്റത്തുള്ള റൂമിന് ഒരു റെഡ് കളർ തീമാണ് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ വിൻഡോയിൽ നിന്നും സെറ്റ് ഔട്ടും ഗാർഡനും വളരെ മനോഹരമായി കാണാൻ പറ്റും. ഇതാണ് ഈ വീടിൻ്റെ ഫോർമൽ ഡൈനിങ് സ്പേസ്. ഇവിടെ ഒരു ഗ്രീൻ കളർ തീമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നും ഒരു ബെഡ്റൂം കൂടെയുണ്ട്. ജനാലകളുടെ ഗ്രിൽസ് സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഡൈനിങ് സ്പേസിൽ നിന്നും ചെല്ലുന്നത് ഒരു ഫാമിലി ഏരിയ വിത്ത് ഓപ്പൺ കിച്ചണിലേക്കാണ്. ഫോർമൽ ലിവിംഗ് സ്പേസിൽ നൽകിയിട്ടുള്ള അതേ ജനാലകൾ ഈ 2 വാൾസിലും നൽകിയിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ക്യാബിനറ്റ്സിനെല്ലാം ഒരു യെല്ലോ ഗ്രേ തീമാണ് നൽകിയിട്ടുള്ളത്. കിച്ചണിലെ ഫ്ലോറിങ്ങും കൗണ്ടർ ടോപ്സും ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് ഒരു വർക്ക് ഏരിയയും കൂടെയുണ്ട്. ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് വീണ്ടും ഒരു നീണ്ട വരാന്തയിലേക്കാണ്, സെറ്റ് ഔട്ടിലേക്കാണ്. ട്രഡീഷണൽ ടച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ വീട്ടിലൊരു അട്ടം, അതായത് ആറ്റിക്കും നൽകിയിട്ടുണ്ട്.
ഈ വീടിൻ്റെ റൂഫിംഗ് ഫുൾ ഓട് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഗാർഡൻ ഒന്ന് കാണാം. ഗേറ്റിലൂടെ കയറുമ്പോൾ 2 സൈഡിലായിട്ട് ലോൺ ഏരിയ ആണ് ചെയ്തിട്ടുള്ളത്. പലതരത്തിലുള്ള ഫ്ലവറിങ്ങും നോൺ ഫ്ലവറിങ്ങുമായിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിവിടെ കാണാം. ഉപയോഗശൂന്യമായ പല വസ്തുക്കളും, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, പഴയ ചട്ടികൾ എല്ലാം ഇവിടെ ചെടിച്ചട്ടികളായിട്ടാണ് ഉപയോഗിക്കുന്നുള്ളത്. യുഫോർബിയ, റോസ്മോസ്, റോസാപ്പൂ, ലില്ലി അങ്ങനെ പല ചെടികളും മുറ്റത്തിൻ്റെ ഒരറ്റത്ത് ലൈനായി വെച്ചിട്ടുണ്ട്. മുറ്റത്തിൻ്റെ മറ്റൊരറ്റത്തായി ചെറിയൊരു ഓടിട്ട ഹട്ട് വെച്ച് അതിന് ചുറ്റും കളർഫുൾ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഹട്ടിനകത്ത് പലതരത്തിലുള്ള ഓർക്കിഡ്സ് ആണുള്ളത്. വളരെ റെയർ ആയിട്ടുള്ള പലതരം ചെടികളും ഈ ഗാർഡനിലുണ്ട്. അതിലൊന്നാണ് ഈ വലിയൊരു കാക്ടസ്. പഴയ ബക്കറ്റ്സ്, പൊട്ടിയ ചട്ടികൾ, പെയിൻറ്റിൻ്റെ ബക്കറ്റ്സ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതെല്ലാം ഇവർക്ക് ചെടിച്ചട്ടികളാണ്. ഉപയോഗശൂന്യമായ USB കോഡ്സ് എല്ലാം ഇവിടെ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള കലാത്തിയ ചെടികൾ, പലതരത്തിലുള്ള പല കളറിലുള്ള ഫിറ്റോണിയ ചെടികൾ ഇതെല്ലാം ഇവിടെയുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് വീടിനോട് അടുപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഈ പ്ലാന്റ്സും പിന്നെ ഇവരുടെ ഹാങ്ങിങ് പ്ലാന്റ്സും. നല്ല തിക്കായിട്ട് ഹാങ് ചെയ്യുന്നുള്ള പലതരത്തിലുള്ള ടേർട്ടിൽ വൈൻസും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ പലതരത്തിലുള്ള കാക്ടസ്, പലതരത്തിലും കളറിലും ഷേപ്പിലുമുള്ള അഗ്ലോണിമ ചെടികൾ, പിന്നെ മണി പ്ലാന്റ്സ് ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു പച്ചക്കറി കൃഷി കൂടിയുണ്ട് ഇവർക്ക്. ബ്രിഞ്ചോൾ, വെണ്ടക്ക, തക്കാളി, പച്ചമുളക്, ക്യാബേജ്, കോളിഫ്ലവർ,
ചക്കപ്പഴം, ഇതെല്ലാം ഇവരിവിടെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കുറേ നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.